എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയായ കൃഷ്ണയും സിദ്ധാരയും നവീൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അകത്തെത്തുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും നാഗത്തറയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ളവർ സിദ്ധാര ചോദിക്കും അവരെന്തെങ്കിലും ചോദിക്കും. അപ്പോൾ പറയും ഇങ്ങനെ നാഗത്തറയിൽ പോയെന്ന് പറയും. അപ്പം നവീൻ്റെ അമ്മ പറയും അത് മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും എന്ത് കാര്യം ചെയ്താലും നാഗത്തറയിൽ ചെന്ന് അഭിപ്രായം അല്ലെങ്കിൽ ആരാഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സിദ്ധാര പറയാം അതെന്തിനാ ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം, അതൊക്കെ കളരിക്കൽ തറവാടിൻ്റെ ഓരോ ആചാരങ്ങളാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണയും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ്റെ അച്ഛനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരും. അപ്പം പറയും നമുക്ക് പിന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയാലോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. പിന്നീട് അപ്പോൾ നമ്മുടെ നിർമ്മലയാണെങ്കിൽ എങ്ങനെയും നമ്മുടെ കൃഷ്ണയെ മുകളിലേക്ക് എത്തിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. കൃഷ്ണയെ കൊല്ലുക എന്നൊരു ഉദ്ദേശമാണല്ലോ അവർക്കുള്ളത്. അപ്പം കീർത്തി നൈസായിട്ട് കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നിട്ട് പറയും ഈ ടെറസിൻ്റെ മുകളിൽ പോയാൽ ആയില്യ പൂജ നടക്കുന്ന കാവ് കാണാൻ പറ്റും എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ കൃഷ്ണയ്ക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം കൃഷ്ണ പറയും അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. കാണാൻ പറ്റും, അങ്ങനെ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ കൃഷ്ണയും കൊണ്ട് മുകളിൽ ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് പുറകെ നമ്മുടെ നിർമ്മലയുണ്ട്. അപ്പം നിർമ്മല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗൈഡ് ചെയ്ത് പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ മുകളിൽ കൊണ്ടുപോയി നോക്കുമ്പോഴത്തേനും കൃഷ്ണയ്ക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണ പറയും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യം അറിയിക്കും. അപ്പോൾ പിന്നെ കീർത്തി പറയാം അല്ലല്ല ഉണ്ടെന്ന് പറയാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നിർമ്മല കീർത്തിയോട് പറയും തള്ളി താഴെ ഇട്ടോളാൻ പറയാം. അങ്ങനെ തള്ളുകയാണ്. തള്ളി താഴെ ഇടുന്ന സമയത്ത് ടെറസിൻ്റെ വക്കിൽ കൈ പിടിച്ച് ഇങ്ങനെ കൃഷ്ണ നിൽക്കും. അപ്പോൾ താഴോട്ട് വീഴുന്നില്ല. ആ സമയത്ത് ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് കീർത്തി കുത്തി താഴേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ കരയുന്നുണ്ട്. ഈ സമയത്ത് നവീൻ്റെ അമ്മ ഇങ്ങനെ മുകളിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മുടെ നിർമ്മല അത് കാണുന്നുണ്ട്. അപ്പം നിർമ്മല നൈസായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഈ കീർത്തി എന്താ കുത്തുന്നതിന് വേണ്ടി നോക്കാൻ പോകുമ്പോഴത്തേന് കീർത്തി നമ്മുടെ കൃഷ്ണ ഇങ്ങനെ തള്ളി താഴെയിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നവീൻ്റെ അമ്മ എല്ലാവരെയും വിളിക്കും, അയ്യോ എല്ലാവരും വായോ എന്ന് പറയും. അങ്ങനെ എല്ലാവരും താഴെ വരികയാണ്. വരുന്ന സമയത്ത് മോളെ മുറുകെ പിടിച്ചോണം എന്നൊക്കെ എല്ലാവരും പറയും. ആ സമയത്ത് കൃഷ്ണ ധൈര്യത്തോടു കൂടി മുറുകെ തന്നെ പിടിക്കുകയാണ്. ഈ സമയത്ത് നവീൻ പറയും മാണിക്കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയും. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കൃഷ്ണയാട്ടെ ആ കൈ കൊണ്ട് താഴേക്ക് ചാടും. എല്ലാവരും വിചാരിക്കും കൃഷ്ണയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു. പക്ഷെ കൃഷ്ണയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. കൃഷ്ണയ്ക്ക് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിയുമ്പോൾ കൈ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കും. നമ്മുടെ സിദ്ധാരയും വന്ന് കെട്ടിപ്പിടിക്കും. മോളെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ കൃഷ്ണയ്ക്ക് ഒരു ഇഷ്ടമൊക്കെ സിദ്ധാരയോട് വരികയാണ്. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ കീർത്തി ആണെങ്കിൽ ഒരു സർപ്പത്തിനെ കാണും. അങ്ങനെ സർപ്പത്തിനെ കണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീഴുക. അപ്പോൾ കൃഷ്ണ എന്ന് എഴുന്നേൽപ്പിക്കും, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ അതിനുശേഷം അകത്തേക്ക് പോവുകയാണ്. അകത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയോട് എല്ലാവരും ചോദിക്കും കൃഷ്ണ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് പറയാം. അപ്പോൾ കൃഷ്ണ പറയും അതിനെന്താ ഞാൻ മരങ്ങളിലൊക്കെ കയറാറുണ്ട്. കൃഷ്ണയുടെ സ്വന്തം കാര്യങ്ങൾ അറിയിക്കുകയാണ്, എനിക്കിതൊന്നും വലിയ കാര്യമില്ലെന്ന് പറയും. അപ്പോൾ അവരെല്ലാവരും പറയും, നവീൻ്റെ അച്ഛനും പറയാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വേണ്ടതെന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കും, ഇങ്ങനെ വേണം പെൺകുട്ടികൾ. അപ്പോൾ സിദ്ധാര പറയാം എൻ്റെ മകളെ ഞാൻ എല്ലാം ഇങ്ങനെ ചുമ്മാ പിന്നെ ഫാഷൻ ഷോയ്ക്ക് മാത്രമല്ല അവൾക്ക് എല്ലാം അറിയാം, മാർഷൽ ആർട്ട് കരാട്ടെ അങ്ങനെ ട്രക്കിങ് എല്ലാം അറിയാമെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ അവളെ വളർത്തിയെന്ന് പറയും. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ നവീന് വീണ്ടും അവളോടൊരു ഇഷ്ടം വീണ്ടും കൂടുകയാണ്. ഇത്രയൊക്കെ ആ സമയത്ത് മാണിക്കുഞ്ഞ് പറയും പണ്ട് ഇതുപോലൊരു പെൺകുട്ടിയാണ് നവീൻ സാറിനെ രക്ഷിച്ചതെന്ന് പറയും. ഇങ്ങനെ വെള്ളത്തിൽ മറിഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടി വന്ന് രക്ഷിച്ചെന്ന് പറയും. പക്ഷേ ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ പറ്റിയില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് മനസ്സിലാവും താനാണെന്ന്. പക്ഷേ അതൊന്നും അവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം മുത്തശ്ശി പറയും എന്താ ഇത്ര നാളായിട്ടും പറയാതിരുന്നേന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ